2024 ജൂൺ 13 വ്യാഴം. ഇന്ന് 1199 ഇടവം 30. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കുവൈറ്റിൽ വൻ തീപിടുത്തം, 49 മരണം. ഒട്ടേറെ മലയാളികളും അപകടത്തിൽപ്പെട്ടു. തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിൽ തീ പടർന്നത് പുലർച്ചെ. ചികിത്സയിലുള്ളവരിൽ 7 പേരുടെ നില ഗുരുതരം. മരിച്ചത് മലയാളി വ്യവസായിയുടെ കമ്പനിയിലെ തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന 6 നില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 49 പേർ മരിച്ചു. മരിച്ചവരിൽ 25 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ചികിത്സയിലുള്ള 35 പേരിൽ 7 പേരുടെ നില ഗുരുതരമാണ്. തെക്കൻ കുവൈത്തിൽ അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫിൽ വിദേശ തൊഴിലാളികൾ പാർക്കുന്ന മേഖലയിലാണ് തീപിടുത്തമുണ്ടായ കെട്ടിടം. മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിൽ ഇന്നലെ പുലർച്ചെ 4-നാണ് തീപിടുത്തമുണ്ടായത്. തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നത് അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു. പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത്. കമ്പനിയുടെ സ്പോൺസർ കൂടിയായ സ്വദേശി പൗരൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത്. ഈജിപ്ത് സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിൻ്റെ കാരണം. കെട്ടിടമുടമയെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടു. കെട്ടിടത്തിൽ 200ഓളം പേർ താമസിച്ചിരുന്നതായാണ് വിവരം. വിവിധ ഫ്ളാറ്റുകളിലായി 195 പേർക്കുള്ള താമസ സൗകര്യമാണ് ഉണ്ടായിരുന്നത്. കെട്ടിടത്തിലുണ്ടായിരുന്ന 92 പേർ സുരക്ഷിതരാണ്. നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ 20 പേർ സ്ഥലത്തില്ലായിരുന്നു. പരുക്കേറ്റ ഇന്ത്യക്കാർക്ക് അടിയന്തര സഹായത്തിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലെത്തും. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിൻ്റെ അടിയന്തര ഇടപെടൽ തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക് നിയമനത്തിലും സ്ഥലം മാറ്റത്തിലും മുൻഗണന. ഈ രോഗമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കും മുൻഗണന. ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്കും ഈ രോഗമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കും സർക്കാർ സർവീസിൽ നിയമനത്തിലും സ്ഥലമാറ്റത്തിലും മുൻഗണന നൽകാൻ സർക്കാർ ഉത്തരവ്. സെറിബ്രൽ പാൾസി ഉൾപ്പെടെയുള്ള ചലനവൈകല്യം, ഭേദമായ കുഷ്ഠം, അസാധാരണമായ പൊക്കക്കുറവ്, ആസിഡ് ആക്രമണത്തിന് വിധേയരായവർ, പേശി സംബന്ധമായ അസുഖമുള്ളവർ എന്നിവർക്കുള്ള മുൻഗണനയാണ് ഇനി ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്കും ലഭിക്കുക. ഓട്ടിസം, സെറിബ്രൽ പാൾസി എന്നീ രോഗങ്ങളുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഈ മുൻഗണന നൽകിയിരുന്നു. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇനി സമാനമായ മുൻഗണന ലഭിക്കും. കടൽ, നദി, കനാൽ പുറമ്പോക്കിന് പട്ടയം നൽകാൻ പ്രത്യേക പദ്ധതി. പതിച്ചു നൽകുന്നത് നിയമം അനുശാസിക്കുന്ന ദൂരപരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ. തീരത്തും നദിയുടെയും കനാലിൻ്റെയും റോഡുകളുടെയും പുറമ്പോക്കുകളിലും താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പദ്ധതി റവന്യൂ വകുപ്പ് തയ്യാറാക്കുമെന്ന് മന്ത്രി കെ രാജൻ PP ചിത്തരഞ്ജൻ്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നിയമം അനുശാസിക്കുന്ന ദൂരപരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ സർവേ നടത്തി കണ്ടെത്തി പതിച്ചു നൽകാനാണ് ശ്രമം. കൊല്ലം വെസ്റ്റ് വില്ലേജിൽ പള്ളിത്തോട്ടം, അനുഗ്രഹ നഗർ, സെഞ്ചുറി നഗർ എന്നിവിടങ്ങളിലെ കടൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 250-ലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉടൻ പട്ടയം നൽകും. ഇതേ മാതൃക മറ്റു കടൽ പുറമ്പോക്കുകളിലും സ്വീകരിക്കും. ദീർഘകാലമായി നികത്തപ്പെട്ട ജലാശയങ്ങൾ റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തി പട്ടയം നൽകും. ജലസേചന പദ്ധതികൾക്ക് ഏറ്റെടുത്തതിൽ അവശേഷിക്കുന്നതും പദ്ധതി ഉപേക്ഷിച്ചതുമൂലം ഉപയോഗരഹിതമായതുമായ ഭൂമിയിൽ കുടിയേറിയവർക്ക് പട്ടയം കൊടുക്കുന്നതും പരിശോധിക്കും. കല്ലട, പമ്പ, വാലി പദ്ധതി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. ഗാസ യുദ്ധം ആരംഭിച്ചിട്ട് 250 ദിവസം. കൊല്ലപ്പെട്ടത് 15,694 കുട്ടികൾ. ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ 70% പേരും സ്ത്രീകളും കുട്ടികളും. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ഹമാസ് ഭേദഗതി തേടി. അമേരിക്ക മുന്നോട്ട് വച്ചതും UN രക്ഷാസമിതി അംഗീകരിച്ചതുമായ വെടിനിർത്തൽ പ്രമേയത്തെ പിന്തുണച്ചെങ്കിലും വ്യവസ്ഥകളിൽ ഭേദഗതി വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതിനിടെ യുദ്ധക്കെടുതിയുടെ സ്ഥിതിവിവര കണക്കുകൾ ഗാസ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി. യുദ്ധം ഇന്നലെ 250 ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യ മന്ത്രാലയം സമഗ്ര കണക്കുകൾ പുറത്തുവിട്ടത്. 37,202 പലസ്തീൻകാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 10,000-ഓളം പേരെക്കുറിച്ച് വിവരമില്ല. കൊല്ലപ്പെട്ടവരിൽ 15,694 പേർ കുട്ടികളാണ്. മരിച്ചവരിൽ 70% പേരും സ്ത്രീകളും കുട്ടികളുമാണ്. ആരോഗ്യ പ്രവർത്തകരിൽ 498 പേർ കൊല്ലപ്പെട്ടു. 150 മാധ്യമ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പട്ടിണി മൂലം ഗാസയിൽ 33 മരണമുണ്ടായി.
മാതാപിതാക്കളുടെ ഒപ്പമല്ലാതെയോ ആരെങ്കിലും ഒരാൾക്കൊപ്പം മാത്രമായോ തങ്ങുന്നത് വീടില്ലാത്ത 17,000 കുട്ടികളാണ്. യുദ്ധം മൂലം ഗാസയിൽ $33,000 നാശനഷ്ടമുണ്ടായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാസമിതി പാസാക്കിയ വെടിനിർത്തൽ പദ്ധതിയിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചിലത് സാധ്യമല്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തറിൽ വ്യക്തമാക്കി. ഹമാസ് ആവശ്യപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയെന്ന് അദ്ദേഹം പറഞ്ഞില്ല. നിസ്സാര ഭേദഗതികളാണെന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇസ്രായേലാണ് ഈ വെടിനിർത്തൽ പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത്. അതിനാൽ ഇസ്രായേൽ സ്വാഭാവികമായും ഇതിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് US നിലപാട്. പ്രമേയം അംഗീകരിക്കുന്നതായി ഹമാസ് അറിയിച്ചെങ്കിലും ഇസ്രായേൽ അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല. തെക്കൻ ലെബനനിൽ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ 4 പേരെ വധിച്ച ഇസ്രായേൽ സൈന്യത്തോട് പകരം വീട്ടുമെന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചു. തുടർന്ന് റോക്കറ്റ് ആക്രമണം രൂക്ഷമാക്കി. ഇതിനിടെ ഹമാസും ഇസ്രായേലും തുടക്കം മുതലേ ചെയ്തു വന്നത് യുദ്ധക്കുറ്റങ്ങളാണെന്ന് യുദ്ധാരംഭം മുതലുള്ള സംഭവങ്ങൾ മുൻനിർത്തി UN അന്വേഷണ റിപ്പോർട്ട് പ്രഖ്യാപിച്ചു. ജമ്മുവിൽ 2 ആക്രമണം, 2 ഭീകരരെ വധിച്ചു. ഒരു CRPF ഭടന് വീരമൃത്യു. കഡ്വ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ സൈദ സുഖലിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. ചൊവ്വാഴ്ച രാത്രി മുതൽ 15 മണിക്കൂർ നീണ്ട തിരച്ചിലിനിടയിൽ CRPF ഭടൻ മധ്യപ്രദേശ് സ്വദേശി കബീർദാസ് വീരമൃത്യു വരിച്ചു. ഗ്രാമവാസികൾ വിവരം നൽകിയതിനെ തുടർന്ന് അതിവേഗം പ്രവർത്തിച്ച സുരക്ഷാസേന വലിയൊരു ഭീകരാക്രമണമാണ് ഒഴിവാക്കിയത്. ഇതിനിടെ ദോഡ ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 6 സുരക്ഷാ ഭടന്മാർക്ക് പരിക്കേറ്റു. രജൌറി ജില്ലയിലെ കലാൽ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായുള്ള സംശയത്തെ തുടർന്ന് തിരച്ചിൽ ആരംഭിച്ചു. ഞായറാഴ്ച ജമ്മുവിലെ റിയാസി ജില്ലയിൽ പൗണിക്കടുത്ത് തെരുത്ത് ഗ്രാമത്തിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ആക്രമിച്ച ഭീകരർ 10 പേരെ കൊലപ്പെടുത്തിയിരുന്നു. 3 ദിവസത്തിനുള്ളിൽ 3 സംഭവങ്ങളുണ്ടായത് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. ഭീകരരെപ്പറ്റി വിവരം കൈമാറണമെന്ന് ജമ്മു അഖ്നൂർ മേഖലകളിൽ പോലീസ് ഉച്ചഭാഷിണിയിലൂടെ അറിയിപ്പ് നൽകി. വിവരം നൽകാനുള്ള ഫോൺ നമ്പറുകളും പുറത്തുവിട്ടു. വിഷാദത്തിൽ വെളിച്ചമേകാം. മുതിർന്ന പൗരന്മാരിൽ വിഷാദരോഗ സാധ്യത കൂടുതലാണ്. വൈകാരികാവസ്ഥകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളിലും അതിൻ്റെ രാസഘടനയിലും പ്രായം സൃഷ്ടിക്കുന്ന വ്യതിയാനങ്ങളുടെ ഫലമാണിത്. പ്രതികൂല ജീവിത സാഹചര്യങ്ങളിൽ അതുകൊണ്ട് പലപ്പോഴും മനസ്സിൻ്റെ കരുത്ത് ചോർന്നു പോകാം. ചിലരിൽ അത് വിഷാദരോഗത്തിൻ്റെ തലത്തിലേക്ക് എത്തിയെന്നും വരാം. പ്രിയപ്പെട്ടവരുടെ മരണം, ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നതിൻ്റെ വിഷമം, രോഗങ്ങളുണ്ടാക്കുന്ന ക്ലേശങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ നോവുകൾ, ഇങ്ങനെയുള്ള ജീവിത സായാഹ്ന പ്രതിസന്ധികൾ വിഷാദമുണ്ടാക്കാം. മുതിർന്ന വ്യക്തി ഇത്തരമൊരു അവസ്ഥയിലായാൽ അത് വീടിൻ്റെ സന്തോഷത്തെ ബാധിക്കാം. ഒപ്പമുണ്ടെന്ന് തോന്നലുണ്ടാക്കി വിഷാദത്തെ ലഘൂകരിക്കേണ്ട ചുമതല വീട്ടിലെ മറ്റുള്ളവർ ആത്മാർത്ഥതയോടെ നിറവേറ്റണം. പ്രായമായ വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കാനിടയുള്ള സംഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. അതിരുവിടുന്ന വിഷാദത്തിലേക്ക് വീഴുന്നുണ്ടോ എന്ന് നോക്കണം. ആസ്വദിച്ചിരുന്ന എല്ലാറ്റിലുമുള്ള താല്പര്യം നഷ്ടമായി ഉൾവലിയുന്നതും ആരോടും മിണ്ടാതിരിക്കുന്നതുമൊക്കെ സൂചനയാണ്. പണ്ടില്ലാത്ത വിധത്തിലുള്ള കോപമോ സങ്കടമോ കാട്ടാം. ഉറക്കവും വിശപ്പും കുറയാം. തൂക്കം വല്ലാതെ കുറയാം. ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാം. പ്രായമുള്ള മാതാവോ പിതാവോ മിണ്ടാട്ടമില്ലാതെ മുഖമങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ദേഷ്യപ്പെടാനോ അസഹ്യത പ്രകടിപ്പിക്കാനോ പോകരുത്. അവർ അനുഭവിക്കുന്ന വൈകാരിക സംഘർഷങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിഷാദത്തിൽപ്പെടുമ്പോൾ ചിലർക്ക് ആരോടും സംസാരിക്കണമെന്ന് തോന്നുകയില്ല. മറ്റു ചിലർക്ക് സാന്ത്വനം വേണമെന്ന ആഗ്രഹമുണ്ടാകും. മനസ്സറിഞ്ഞ് ഇടപെടാനാകണം. ഉപദേശങ്ങളും തത്വചിന്താപരമായ പറച്ചിലുകളും അനുചിതമായേക്കാം. പോയ കാലങ്ങളിലെ നല്ല കാര്യങ്ങൾ ഓർമ്മിക്കാം. എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് അവരെന്ന് പറയാം. ആഹാരത്തിനോട് വിരക്തി കാട്ടുന്നവരെ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കണം. വാശികളെ ശാന്തമായി നേരിടണം. വിഷാദ രോഗമാണെങ്കിൽ വിദഗ്ധ ചികിത്സ തേടാം. വിഷാദത്തെ അതിജീവിക്കാൻ കുടുംബത്തിൻ്റെ കൂട്ടായ്മ വയോജനങ്ങൾക്ക് തുണയാകണം. ശുഭദിനം. നന്ദി.